നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നാം പരിചയപ്പെടുവാൻ വേണ്ടി പോകുന്നത് ആപ്ലിക്കേഷൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ നമുക്ക് ആനിമേഷൻ വിഷസ് എങ്ങനെ നിർമ്മിക്കാം എന്നാണ്. നേരത്തെ തന്നെ ഒത്തിരി ആപ്ലിക്കേഷൻസ് നാം ഇതിനു വേണ്ടി പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് നാം പരിചയപ്പെടുവാൻ വേണ്ടി പോകുന്നത് ആപ്ലിക്കേഷൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ ഈ ഒരു വീഡിയോയുടെ വിവരണത്തോടൊപ്പം ഞാനൊരു ലിങ്ക് വയ്ക്കുന്നുണ്ട്. ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വിഷസ് നിർമ്മിക്കുവാനായിട്ട് സാധിക്കും. ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് ക്രോം ബ്രൗസർ വഴി ഓപ്പൺ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ ഞാൻ കാണിക്കുന്ന ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ വിഷസ് നിർമ്മിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യാം. ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ കാണുക ഇതുപോലൊരു പേജാണ്. ഇവിടെ നിങ്ങൾക്ക് എൻ്റർ യുവർ നെയിം എന്നൊരു ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ടൈപ്പ് ചെയ്യുകയാണ്. തുടർന്ന് സെലക്ട് വിഷസ് എന്നൊരു ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നാം കാറ്റഗറി സെലക്ട് ചെയ്യാനാണ്. ഇവിടെ സെലക്ട് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ പബ്ലിക് ഡേ, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ബെസ്റ്റ് ഫ്രണ്ട്, ക്രിസ്മസ്, അതുപോലെ തന്നെ ഒത്തിരി കാറ്റഗറീസ് കാണുവാനായിട്ട് സാധിക്കും. കീഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വാലൻറ്റൈൻസ് ഡേ എന്നൊരു ഓപ്ഷനും കാണുവാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ വാലൻറ്റൈൻസ് ഡേ സെലക്ട് ചെയ്യുകയാണ്. തുടർന്ന് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ക്രിയേറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു സൈറ്റ് നമുക്ക് ഒരു വാലൻറ്റൈൻസ് ഡേ വിഷസ് ക്രിയേറ്റ് ചെയ്ത് തരും. ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് ഇപ്പോൾ കാണുവാനായിട്ട് സാധിക്കും എൻ്റെ പേര് മുകളിലായിട്ട് തെളിഞ്ഞ് കാണുന്നതായിട്ട്. അതുപോലെ തന്നെ കുറച്ച് ആനിമേഷൻസ് നിങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏറ്റവും കീഴായിട്ട് ഒരു ഈ വാലൻറ്റൈൻസ് ഡേയെ കുറിച്ചിട്ടുള്ള ഒരു ഹെഡും അതിന് കീഴായിട്ട് സജി ക്രിയേഷൻസ് എന്നും കൊടുത്തിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിന് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെയൊക്കെ അയക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ വാട്സപ്പിലൂടെ അയക്കുവാനായിട്ട് വാട്സപ്പിൻ്റെ സിമ്പലിൽ നിങ്ങൾക്ക് ഗ്രീൻ കളർ കാണുന്ന ഈ ഒരു പോർഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വാട്സപ്പ് അക്കൗണ്ടുകളെല്ലാം നമുക്ക് തെളിഞ്ഞ് ലഭിക്കും. നമുക്ക് ഏത് അക്കൗണ്ടിലേക്കാണ് അയക്കാനുള്ളത് ആ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്തുകൊണ്ട് നാം സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ലിങ്ക് രൂപേണ ആ ഒരു വ്യക്തിക്ക് സെൻഡായി കിട്ടും. ആ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ആ വ്യക്തി ഓപ്പൺ ചെയ്യുമ്പോൾ അയാൾക്ക് ഈ ഒരു മെസ്സേജ് കാണുവാനായിട്ട് സാധിക്കും. നമുക്കൊന്ന് സെൻഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് ആ ഒരു മെസ്സേജ് സെൻഡ് ആയി കഴിഞ്ഞു. തുടർന്ന് ഞാൻ ആ ഒരു ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വീണ്ടും അതേ മെസ്സേജ് ആ വ്യക്തിക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ ഷെയർ ഫേസ്ബുക്ക് എന്നുള്ള ഓപ്ഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഫേസ്ബുക്കിലോട്ട് ഷെയർ ചെയ്യുവാനും സാധിക്കും. ഇനി നമുക്ക് മറ്റൊരു കാറ്റഗറി സെലക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ എൻ്റർ യുവർ നെയിം എന്നുള്ള ഭാഗത്ത് ഞാൻ എൻ്റെ പേജ് തന്നെ സെലക്ട് ചെയ്യാണ്. തുടർന്ന് സെലക്ട് വിഷസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുത്തുകൊണ്ട് ഞാൻ ഗുഡ് മോർണിംഗ് തിരഞ്ഞെടുക്കുകയാണ്. സാധാരണ നാം നിരന്തരം അയക്കുന്ന മെസ്സേജിലാണ് ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് എന്നിവയൊക്കെ. അപ്പോൾ ഗുഡ് മോർണിംഗ് സെലക്ട് ചെയ്തു. തുടർന്ന് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ഇപ്പോൾ നോക്കുക, ഇവിടെ ഗുഡ് മോർണിംഗ് എന്ന് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. തുടർന്ന് മുകളിലായിട്ട് സജി ക്രിയേഷൻസ് വിഷ് യു ഗുഡ് മോർണിംഗ് എന്ന് കാണുന്നുണ്ട്. അതിന് ഒരു ഹെഡ്, ഈ ഒരു വെബ്സൈറ്റിന് നമുക്ക് അതിനൊരു ഹെഡ് തന്നിട്ടുണ്ട്. തുടർന്ന് സജി ക്രിയേഷൻസ് എന്ന് കീഴെയും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു ഗുഡ് മോർണിംഗ് എന്നുള്ള ഈ ഒരു പോർഷൻ, ഈ ഒരു ആനിമേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ജിഫ് ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ആ ഒരു ഗുഡ് മോർണിംഗ് എന്നുള്ള പോർഷന് പുറത്തായിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഡൗൺലോഡ് ഇമേജ് എന്നൊരു ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും. അതിന് പുറത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇമേജ് നിങ്ങളുടെ ഗാലറിയിലേക്ക് ഡൗൺലോഡിംഗ് ആയി ലഭിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ഒരു ഇമേജ് എൻ്റെ ഗാലറിയിൽ നിന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നോക്കിയപ്പോൾ ജിഫ് ഇമേജായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പ്ലേ ചെയ്യാം. ഇപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന ജിഫ് ഇമേജായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെയൊക്കെ ഈ ഒരു ജിഫ് ഇമേജ് അയക്കുവാനായിട്ട് സാധിക്കും. ഇല്ലാതെ നാം ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഗുഡ് മോർണിംഗ് എന്നുള്ള വിഷസ് നമുക്ക് നേരത്തെ ഷെയർ ചെയ്ത പോലെ ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ നമുക്ക് ഷെയർ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പുതുമയായി തോന്നുന്നുവെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വിഷസ് നൽകുവാനായിട്ട്, ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പേരൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്ത് അവർക്ക് ഈ ഒരു ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് അവരുടെ പേര് കാണുന്ന സമയത്ത് അവർക്ക് നിങ്ങളുടെ അടുത്തൊരു പ്രത്യേക സ്നേഹവും അതുപോലെ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു വിഷയത്തോട് അവർക്ക് കൂടുതലൊരു താല്പര്യം തോന്നും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മാറ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. വീണ്ടും നല്ല അറിവുകളും നല്ല ആപ്ലിക്കേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി.